ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ സുഹൃത്തുക്കളെ, കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തൃശ്ശൂരിലെ പുതിയ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ചില ഭാഗങ്ങളൊക്കെ റോഡ് വളരെ മോശാവസ്ഥയിൽ തന്നെയാണ്. എന്നിരുന്നാലും നല്ല സുഗമമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു മൃഗശാലയിലെ കാഴ്ച കാണാനായിട്ട് വരുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് ഇങ്ങനെ ഇവിടേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സന്ദർശകർക്കായിട്ട് ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 സന്ദർശകർക്കായിട്ട് ഇത് പൊതുവായിട്ട് തുറന്നു കൊടുത്തുള്ളത്. അങ്ങനെ നമ്മളിതാ ഈ കാണുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്കായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗമൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ്. ആദ്യ ദിവസങ്ങളായതുകൊണ്ട് തന്നെ രീതിയിൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 11.2 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മുൻഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിലും അതുപോലെ തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കാറുകൾ പാർക്ക് ചെയ്യുന്ന ഏരിയ വരുന്നത്. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഈ ഒരു ഭാഗത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ഇനി ഉള്ളിലോട്ട് പോവുകയാണ്. കാർ പാർക്കിങ്ങിന് ഏകദേശം 100 രൂപയാണ് ചാർജ് വരുന്നത്. ഇത്തിരി റേറ്റ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം 100 രൂപ അത്യാവശ്യം നല്ല കൂടിയ റേറ്റ് തന്നെ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ നമ്മളിതാ ഈ ഒരു എൻട്രൻസിൻ്റെ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓൺലൈനായിട്ടും നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെ ഒരുപാട് സൗകര്യങ്ങളോട് കൂടി തന്നെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് കളക്ട് ചെയ്തത്. ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലേക്കായിട്ട് പല വഴികളും നല്ല നടപ്പാതകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ മാപ്പ് മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു കൂടെയാണ് നമുക്കിനി ഉള്ളിലോട്ട് പോകാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ഭാഗം അത് എക്സിറ്റ് ആണ്. നമ്മൾ ആദ്യം അതിലെയാണ് പോയത്. അപ്പോഴാണ് പറഞ്ഞത് ഈ ഒരു ഭാഗത്തു കൂടെയാണ് പോകേണ്ടത്. ഇവിടെ ചെറിയ രീതിയിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എൻട്രി എന്നുള്ളത്. അങ്ങനെ ഇവിടെ 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ നിൽപ്പുണ്ട്. അവർ നമ്മളുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഉള്ളിലോട്ട് കടത്തിവിടും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും നല്ല ആകാംക്ഷയാണ്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഓരോ ആളുകളും. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അതുപോലെ തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയായിരിക്കും. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഓടിക്കതച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ അഡൾട്ട്സിന് 100 രൂപയും സീനിയർ സിറ്റിസണ് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയും അതുപോലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ കാഴ്ചകൾ കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ മനോഹരമായിട്ട് നല്ല രീതിയിലൊരു ഭക്ഷണശാലയുണ്ട്. നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല എല്ലാ നാടൻ ഭക്ഷണങ്ങളും കിട്ടുന്ന നല്ല വൃത്തിയുള്ള ഒരു ഭക്ഷണശാല തന്നെയാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ആ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നുള്ള ഒരു പുല്ലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോർഡും. അതുപോലെ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ചെറിയ രീതിയിൽ മൃഗങ്ങളെയൊക്കെ കണ്ട് ഇവിടുത്തെ ചീങ്കണ്ണി അതുപോലെ തന്നെ മീൻ മുതലാന്നുള്ള 2 ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയപ്പോഴാണ് അവിടെ ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ ചീങ്കണ്ണിയുടെ ആ ഒരു ഫേസ് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അപ്പുറത്തേക്ക് നടന്നപ്പോഴാണ് പറഞ്ഞത് ഇനി ആ കാണുന്ന മുകളിലോട്ട് കയറിക്കോ, അവിടെയാണ് പക്ഷികളുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പക്ഷികളുടെ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് മയിലിനെയാണ് കാണാനായിട്ട് സാധിച്ചത്. 2 മയിലുകളുണ്ട്. ഒരെണ്ണം താഴെ കിടപ്പുണ്ട്, ഒരെണ്ണം മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ കൊക്ക് ഇനത്തിൽപ്പെട്ട 2 പക്ഷികളും അതുപോലെ ഈ ഒരു ഭാഗത്ത് മറ്റൊരു ഭംഗിയുള്ള നല്ലൊരു പക്ഷിയെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം നല്ല വിശാലമായ രീതിയിലാണ് ഓരോ പക്ഷികൾക്കും ഇവരിവിടെ കൂടൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിലാണ് എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്കങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിലോ അങ്ങനെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും ഇനി വലുതായി മരങ്ങളാണെങ്കിലും എല്ലാതും ഇനി വലുതായി വന്ന് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് കുറേ നാൾ കൂടി പിടിക്കും.
എന്ന് ആ ഒരു ലെവലിൽ എത്തിയാലാണ് ശരിക്കും നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുതലയാണെന്ന് തോന്നുന്നു, മുതലല്ല ചീങ്കണ്ണിയാണ്. ചീങ്കണ്ണിയുടെ 2 കിടപ്പുണ്ട്. അതിനെയും നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് നമ്മൾ നേരത്തെ നോക്കിയ ഭാഗത്ത് നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇപ്പുറത്ത് അതിൻ്റെ മറുവശത്ത് വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിച്ചത്. അത് ഒത്തിരി ദൂരെയാണ്, നമ്മളുടെ ഫോണിൽ ഇങ്ങനെ നന്നായി സൂം ചെയ്തിട്ടാണ് അത് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോഴാണ് ഇവിടെ ഒരുപാട് മാനുകൾ നമുക്കിങ്ങനെ തൊട്ടടുത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. എല്ലാ ഭാഗത്തും വലിയ മൃഗങ്ങളുള്ള എല്ലാ ഭാഗത്തും ഗ്ലാസ് വെച്ചിട്ട് മറിച്ച് നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ടുള്ള ബാൽക്കണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കാണാം. തൊട്ടടുത്തായിട്ട് തന്നെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഗ്ലാസ് ഇട്ടിട്ട് ആനിമൽസിനെ നമുക്കിങ്ങനെ തൊട്ടടുത്ത് കാണാനായിട്ട് സാധിക്കും. പരമാവധി എല്ലാ ഭാഗങ്ങളിലും ഓരോ മരങ്ങളും അതുപോലെ ചെടികളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാർക്ക് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് സൈലന്റ് വാലി സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുരങ്ങന്മാർ ധാരാളം കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. മാത്രമല്ല ഇവിടെയാണ് ബസ് വന്നിട്ട് നിർത്തുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു റെസ്റ്റോറൻറ്റ് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് നടന്ന് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ നമുക്കിവിടെ പറയാനായിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പല ഭാഗങ്ങളിലും പല കാര്യങ്ങളും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ചില ഭാഗങ്ങളിലൊന്നും ഒന്നുമില്ല, അതൊക്കെ വരുമായിരിക്കും. പിന്നെ അത്യാവശ്യം ഇപ്പോൾ നല്ല ആൾത്തിരക്കായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻ്റാണ്, അവിടെ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ബസ് സർവീസ് ഇങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ബസ്സിൽ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്, അതുപോലെ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഏകദേശം 350 ഏക്കറുകളിലായിട്ടാണ് ഇത് പരന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 300 കോടിയിലധികം രൂപ ചിലവഴിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ നല്ല രീതിയിൽ പാലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് നമ്മൾ കണ്ടിട്ടു. അതും നല്ലൊരു പ്രത്യേകത തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾ മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അധികം മൃഗങ്ങളിങ്ങനെ കൂട്ടിലിട്ട് അടച്ചതായിട്ടാണ് നമ്മൾ കാണുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ ഒരുപാട് സ്ഥലം എടുത്തിട്ട് തന്നെയാണ് ഓരോ മൃഗങ്ങൾക്കും ഇവിടെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മളങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ മരത്തിൻ്റെ മുകളിൽ കണ്ട ഒരു സാധനം കിടക്കുന്നുണ്ട്. മോനെ, എന്താ സാധനം! ഓരോ ഭാഗത്തും നല്ല വ്യത്യസ്ത കാഴ്ചകളുള്ള നല്ല നല്ല സീനറികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും നല്ല കാട് തന്നെയാണ്, കാട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് കടുവയെ കണ്ടോ. കടുവ നല്ല അടിപൊളി സാധനം. ഇത്ര അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ല, ആ ഗ്ലാസ് ഇട്ടിട്ടുള്ള സമയത്ത് ഈ ആളുകളൊക്കെ ആ കടുവയെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കടുവ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഇത്ര അടുത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കുന്നത്. നമ്മൾ കാണുന്ന ആ ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കടുവ ഇങ്ങനെ നിൽക്കുന്നത്, ഇന്ന് കുളിക്കുന്നത്. അപ്പോൾ കടുവയുടെ ഒരു കുളിസീന് നമ്മളങ്ങനെ കണ്ടു. മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു കടുവ ഇങ്ങനെ വെള്ളത്തിൽ വന്നിട്ട് ഇങ്ങനെ കുളിക്കുന്നത്. അത് ശരിക്കും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം നല്ല അടുത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. ആളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് നടന്നു പോവാണ്. നല്ല ഏരിയയിലാണ് കേട്ടോ ഈ ഒരു കടുവയുടെ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കടുവയ്ക്ക് താമസിക്കാനുള്ള ഈ ഒരു ആവാസ വ്യവസ്ഥ ശരിക്കും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മളുടെ യാത്ര അവിടെ വെച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കാൻ കേട്ടോ. അതായത് നമ്മൾ ഏകദേശം ഉച്ച സമയത്താണ് വന്നത്. ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡായി. എല്ലാ ആളുകളും ശരിക്കും വയർത്ത് കുളിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ കാഴ്ചകൾ കണ്ട് അവസാനിപ്പിച്ച് തിരിച്ച് ബസ്സിൽ കയറി. നമ്മൾ വന്ന സമയത്ത് നമുക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് ബസ് ചിലപ്പോൾ കിട്ടുമായിരിക്കും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് കിട്ടി. ബസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. 2 ബസ് സർവീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒഴിവുള്ള ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ വരാം. ബസ്സിനൊരു ടിക്കറ്റ് എടുത്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 50 രൂപ അതിന് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഇലക്ട്രിക് ബസ്സാണ്. പരമാവധി നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് നടന്നു പോകുന്നത് തന്നെയാണ് നല്ലത്. രാവിലെ ഒരു 9 മണിക്ക് ശേഷം വരെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വെയിൽ കുറവായിരിക്കും. നമ്മളുടെ കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് വണ്ടി എടുക്കുക, തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്.
ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഡിസൈനൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുത്ത് പറയാതിരിക്കാൻ വയ്യ, നല്ല രീതിയിൽ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരുപാട് പോരായ്മകൾ തോന്നി. അതായത് അത് ചിലപ്പോൾ ഈ തുടങ്ങിയതിൻ്റെ ഈ ഒരു ആരംഭ സമയമായതുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കാലിയായിട്ടാണ് കിടക്കുന്നത്. മൃഗങ്ങളൊന്നും നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിലൊന്നും മൃഗങ്ങളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒക്കെ ഇനി എത്തിയിട്ട് വേണം. അതുപോലെ ഒരുപാട് ഏരിയാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത് ഓരോ ആളുകളും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ അനിമൽസിനെ സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ കുറേ നേരം ടൈം എടുത്ത് നല്ല നിശബ്ദമായിട്ട്, പിന്നെ പരമാവധി ആളുകൾ ഈ വലിയ അനിമൽസിനെ കാണുമ്പോഴൊക്കെ ഒരുപാട് സൗണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവരുടെ ഇഷ്ടത്തിന് പോകും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അനിമൽസ് അങ്ങനെയാണ്, നമ്മളുടെ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും കൊടുത്തത് വരില്ല. നമ്മൾ സൈലൻ്റായി എല്ലാ കാഴ്ചകളും കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ വീഡിയോ വരുന്നത്. നമ്മൾ ഇത്രയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്, ഈ പുതിയ മൃഗശാലയിലേക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ ചങ്ക് ബ്രോസിനൊക്കെ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.